അമേരിക്കയുടെ ആകാശത്ത് കുറേ ദിവസങ്ങളായി പറന്ന ചൈനീസ് ചാര ബലൂൺ വെടിവെച്ചിട്ട് 20 കിലോമീറ്ററോളം ഉയരത്തിൽ പറന്ന ബലൂൺ യുദ്ധവിമാനം ഉപയോഗിച്ചാണ് തകർത്തത്. ചാര ബലൂണിൽ അമേരിക്ക ചൈന നയതന്ത്ര ബന്ധം വീണ്ടും വഷളായി. ഇന്ത്യയെ നിരീക്ഷിക്കാൻ ചാരക്കപ്പലുകളുമായി വന്ന് ഇടയ്ക്കിടെ ലങ്കൻ തീരത്ത് നങ്കൂരമിടുന്ന ചൈന അമേരിക്കയ്ക്ക് മുകളിൽ പറത്തിയത് കൂറ്റൻ ബലൂൺ. ഹീലിയം നിറച്ച ചാര ബലൂൺ ദിവസങ്ങൾക്ക് മുമ്പേ അമേരിക്കൻ പ്രതിരോധ വകുപ്പിന്റെ കണ്ണിൽപ്പെട്ടു. വെടിവെച്ചിട്ടാൽ ജനങ്ങൾക്കുള്ള സുരക്ഷാ ഭീഷണി കണക്കിലെടുത്ത് നടപടി വൈകിപ്പിക്കുകയായിരുന്നു. പ്രസിഡന്റ് ജോ ബൈഡന്റെ അന്തിമാനുമതി കിട്ടിയതോടെ കരോലിന തീരത്തിന് 6000 അടിക്ക് മുകളിൽ F-22 യുദ്ധവിമാനങ്ങൾ കുതിച്ചു. വിമാനത്തിൽ നിന്നുള്ള ചെറു മിസൈൽ ബലൂൺ തകർത്തു. On Wednesday, when I was briefed on the balloon, I ordered the Pentagon to shoot it down on Wednesday as soon as possible. They decided, without doing damage to anyone on the ground, they decided that the best time to do that was as it got over water outside within the 12-mile limit. They successfully took it down, and I want to compliment our aviators who did it, and we'll have more to report on this a little later. ക്യാമറകളും റഡാറുകളും സെൻസറുകളും ഘടിപ്പിച്ച ബലൂണിലെ സോളാർ പാനലിന് 2 ബസ്സുകളുടെ വലിപ്പമുണ്ട്. അമേരിക്കൻ നടപടിയിൽ അതൃപ്തി ചൈന പരസ്യമാക്കി. ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്നും അമേരിക്കയുടേത് അമിത പ്രതികരണമെന്നും മറുപടി. ചാരവൃത്തിക്കുള്ളതല്ലെന്നും അബദ്ധം പറ്റിയാണ് ബലൂൺ US മുകളിലെത്തിയതെന്നും ചൈന നേരത്തെ സമ്മതിച്ചിരുന്നു. ഇതിനിടെ ട്രംപിന്റെ ഭരണകാലത്തും 3 ചാര ബലൂണുകൾ അമേരിക്കയ്ക്ക് മുകളിലെത്തിയെന്ന് പെന്റഗൺ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി. ബലൂണിന്റെ പേരിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വീണ്ടും വഷളാവുകയാണ്. അടുത്ത ദിവസത്തെ ചൈന സന്ദർശനം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ റദ്ദാക്കി. 2018 മൈക്ക് പോംപിയോ ആണ് അവസാനമായി ചൈനയിലെത്തിയ അമേരിക്കൻ ഭരണത്തിലെ ഉന്നതൻ. ബലൂൺ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ അമേരിക്കൻ നാവിക കപ്പലുകൾ തെരച്ചിൽ തുടങ്ങി. ഇതിനിടെ കോസ്റ്ററിക്കയ്ക്ക് മുകളിലും സമാനമായ ബലൂൺ കണ്ടെത്തിയെന്ന് റിപ്പോർട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.